ഉഷാറായിട്ടിരിക്കുന്നല്ലോ, എല്ലാവർക്കും സുഖമാണല്ലോ. അപ്പൊ കുറെ കാലമായി നമ്മൾ കണ്ടിട്ട്. അപ്പൊ മിസ് ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചോദിച്ച ഉത്തരവായിട്ടാണ്. അപ്പൊ എല്ലാവരും റെഡി ആണല്ലോ? യെസ്. അപ്പൊ കുറെ കുട്ടികൾ നമ്മൾ കുറെ ചാപ്റ്റേഴ്സ് റിവിഷൻ നടത്തി, കുറെ ക്ലാസ്സസ് കൊണ്ടുവന്ന്, കുറെ വീഡിയോസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തപ്പോ ഇതാ നല്ല കമന്റ്സിൽ വന്നതാണ്. ബൈ ക്ലാസിഫിക്കേഷൻ ചാപ്റ്ററിൽ ഈ സയന്റിസ്റ്റുകളുടെ പേര് നമ്മൾ പഠിക്കുന്നില്ലേ, ഫസ്റ്റ് ചാപ്റ്ററിൽ സയന്റിസ്റ്റ് കോൺട്രിബ്യൂഷൻസ് ഒക്കെ പഠിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ എന്തൊക്കെ പഠിക്കണം മിസ്സേ, ഏതൊക്കെ എക്സാമിന് വേണ്ടി പ്രത്യേകം നോക്കണമെന്ന് കുറെ കുട്ടികൾ ഇതേ കമന്റ്സ് വന്നിരുന്നു. കുറെ പേര് ഈ ചോദ്യത്തിലൂടെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിച്ചോ, മിസ് പറഞ്ഞു തരാന്ന് മിസ് വാക്ക് തന്നാണ് അല്ലെ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇത് ഇന്ന് സൈലത്തിലേക്ക് പോരെ, നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ, നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ഉത്തരമായിട്ടാണ് നമ്മൾ ഇവിടെ ഉള്ളത്. അപ്പൊ എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ 8ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ചാപ്റ്റർ ആണ് വൈ ക്ലാസിഫിക്കേഷൻ, തരം തിരിക്കുന്നത് എങ്ങനെയെന്നുള്ളത് അല്ലെ. അപ്പൊ ആ ചാപ്റ്ററിലേക്ക് എങ്ങനെ നമ്മൾ പഠിക്കാം എന്ന് നോക്കാം. നമ്മൾ സയന്റിസ്റ്റിന്റെ കോൺട്രിബ്യൂഷൻസ് ആദ്യം പഠിക്കുന്നുണ്ട്. അത് കൂടാതെ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ കിങ്ഡംസ് അല്ലെ. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതില് ഈ ടാക്സോണമിക് ഹൈറാർക്കി ഉള്ളത് ആദ്യം കൊണ്ടുവന്നത് കാൾ ലീനിയസ് ആണ്. അദ്ദേഹത്തിന്റെ ഹൈറാർക്കി എന്ന് പറയുന്നത് ഇത് നിങ്ങൾക്ക് ഓർഡറിൽ തരും. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ട് അതിൽ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിട്ട് ചോദിക്കാം. അപ്പൊ ഈ ഓർഡർ എന്ത് ചെയ്യാ, വൃത്തിയിൽ പഠിച്ചിട്ട് പോകണം. ഇമ്പോർട്ടന്റ് ആണ്. മിസ് പറഞ്ഞു തരുന്നത് നിങ്ങൾ എന്ത് ചെയ്യാ, കൂളായിട്ട് തന്നെ ഇതേപോലെ പഠിക്കണം കേട്ടോ. അപ്പൊ ഇതേപോലെ പഠിക്കണം. മിസ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് മാർക്ക് ചെയ്ത് തന്നെ വെച്ച് പഠിക്കുക. അപ്പൊ നമ്മുടെ ടെക്സ്റ്റ് ബുക്കില് ഈ ഓർഡർ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. കിങ്ഡം ക്ലാസിഫിക്കേഷന്റെ ടാക്സോണമിക് ഹൈറാർക്കി, വർഗീകരണ തലം എന്നാണ് നമ്മൾ ഇതിന് പറയാം. വർഗീകരണ തലം എന്നാ പറയാം. അപ്പൊ ഈ ഓർഡർ കറക്റ്റ് പഠിക്കാം. ഏറ്റവും താഴെ നിന്ന് സ്പീഷ്യസ് ആണ് തുടങ്ങുക. അതിന്റെ മേലെ ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം അല്ലെ. ഏതൊക്കെയാണ്? സ്പീഷ്യസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം അല്ലെ. അപ്പൊ നമുക്ക് ഇങ്ങനെ പഠിക്കാം, അല്ലെങ്കിൽ മേലെ നിന്ന് താഴേക്കും പഠിക്കാം. അപ്പൊ KPCയിൽ പോയത് ഓഫായി പോയപ്പോ എന്ത് ചെയ്തു, GST ക്യാൻറ്റീൻ വന്നു എന്ന് നിങ്ങൾ ഓർത്താൽ മതി. അപ്പൊ KPC എന്നുള്ളത് ഒന്ന് ഓർക്കുക. ആൻഡ് ഓഫായി പോയപ്പോൾ അതുപോലെ GST എന്നോർക്കുക. GS മാത്രമായിട്ട് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ KPC ഓഫായപ്പോ എന്ത് ചെയ്തു, GS ലേക്ക് പോയി എന്ന് ഓർത്താൽ മതി. അപ്പൊ കിങ്ഡം, ഫൈലം, ക്ലാസ്, ഓർഡർ, ഫാമിലി, ജീനസ്, സ്പീഷ്യസ് ആണ്. ഈ ഓർഡർ കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാം. അത് കഴിഞ്ഞാൽ ഇതാ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. കിങ്ഡം ആനിമേലിയ, കോഡേറ്റ, മമേലിയ. ക്രിസ്മസ് എക്സാമിന് വന്നപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇതുപോലെ ഒരെണ്ണത്തിന്റെ എക്സാമ്പിൾ തന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് എഴുതാൻ. ഇപ്പൊ കാറ്റിന്റെ നിങ്ങൾക്ക് ചോദിച്ചാൽ നിങ്ങൾ എഴുതാൻ പഠിക്കണം. കിങ്ഡം ആനിമേലിയ ആണ്, അത് ഫൈലം കോർഡേറ്റ ആണ്, അതുപോലെ ക്ലാസ് മമേലിയ ആണ്, ഓർഡർ കാർണിവോറി ആണ്, ഫാമിലി എന്ന് പറയുന്നത് ഫെലിഡി ആണ്, ജീനസ് ഫെലിസ് ആണ്, സ്പീഷ്യസ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക്കസ് ആണ് അല്ലെ. അപ്പൊ ഈ രീതിയിൽ അതിന്റെ ഓർഡറിൽ വർഗീകരണ തലം എഴുതാൻ ചോദിച്ചാൽ എഴുതാൻ പഠിക്കണം. അപ്പൊ കാറ്റിന്റെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് പഠിച്ചാൽ മതി. ഇതെന്ത് ചെയ്യാ, ഈ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. കേട്ടല്ലോ. അടുത്തത് ഇതേപോലെ പഠിക്കാനുള്ളത് പ്ലാന്റ്സിന്റെ കേസിലാണ്. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക ഇതാ കോക്കനട്ടിന്റെ ആയിരിക്കാം, മാംഗോന്റെ ആയിരിക്കും. ഈ രണ്ടെണ്ണത്തിന്റെയും പേരും പഠിച്ചു വെക്കേണ്ടതാണ് കേട്ടോ. പ്ലാന്റ് ആൻജിയോസ്പെർമറ്റയാണ് ഫൈലം, ക്ലാസ് മോണോകോട്ടിലഡനെയാണ്. പ്ലാന്റ്സിൽ നമുക്ക് സീരീസ് ആണ് വരിക. അത് കഴിഞ്ഞാൽ ഫാമിലി അരക്കേസിയ, കോക്കോസ് ന്യൂസിഫെറയാണ്. മാംഗോയിൽ നമ്മൾ മാഞ്ചിഫെറ ഇൻഡിക്കയാണ് പഠിക്കുന്നത്. അപ്പൊ അതില് പ്ലാന്റ് ആൻജിയോസ്പെർമറ്റ രണ്ടും കറക്റ്റ് ആണ്. പിന്നെ ഡൈക്കോട്ടിലഡേനെ, ഒന്ന് മോണോകോട്ടിലഡേനെ, മറ്റേത് ഡൈക്കോട്ടിലഡേനാണ്. ഇവിടെ കാലിസിനി ആണെങ്കിൽ ഇപ്പുറത്തെ സാപ്പിൻറ്റേൽസ് ആണ്. പിന്നെ ഡെയ്സി ആണ് അതിന്റെ ഫാമിലി. പിന്നെ എന്താണ്, മാഞ്ചിഫെറ ഇൻഡിക്ക ആണ് അതിന്റെ ജീനസ്, സ്പീഷ്യസ് നെയിം. അപ്പൊ ഈ രണ്ടെണ്ണം ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കിയിട്ട് പോകണം, മറന്നു പോകരുത്. തെങ്ങിന്റേതും പഠിക്കണം, അതുപോലെ തന്നെ നമ്മുടെ മാങ്ങേന്റെയും പഠിക്കണം കേട്ടോ. മാവിന്റേതും പഠിച്ചു വെക്കണം. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇതിനെ ടാക്സോണമിക് നെയിംസ് ചോദിച്ചാലേ ഉള്ളൂ, പക്ഷെ അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണം. നിങ്ങൾ ജസ്റ്റ് നോക്കിയിട്ട് പോയാൽ മതി. അടുത്ത ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത് എന്താണ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ ആണ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ദ്വിനാമ പദ്ധതി എന്താണെന്നാണ്. അപ്പൊ നിങ്ങൾ ഓർത്ത് വെക്കണം, എന്താണ് പൊതുവെ അംഗീകരിക്കപ്പെട്ട ഒരു ശാസ്ത്രീകരണ നാമകരണം അല്ലെ. ദ സയന്റിഫിക് മെത്തേഡ് ഓഫ് നെയിമിംഗ് ബൈ ജോയിനിങ് ടു വേർഡ്സ്. എല്ലാ ജീവജാലങ്ങൾക്കും ഒരു ഒഫീഷ്യലി സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സയന്റിഫിക് നെയിം, ഒരു ശാസ്ത്രീയ നാമം കൊടുത്തിട്ടുണ്ട്. അതിന്റെ പേര് എങ്ങനെ ഇടണം, ഏത് രീതിയിലാണ് ഇടേണ്ടത് എന്ന് കാൾ ലീനിയസ് ആണ് മുന്നോട്ട് കൊണ്ടുവന്നത് എന്ന് ഓർത്തു വെക്കാം. അപ്പൊ കാൾ ലീനിയസ് കൊണ്ടുവന്നത് ഏത് രീതിയിലാണ്, ബൈനോമിയൽ നോമൻക്ലേച്ചർ, ദ്വിനാമ പദ്ധതി എന്നാണ് കൊണ്ടുവന്നത്. അപ്പം ആദ്യത്തേത് ജീനസ് നെയിമും രണ്ടാമത്തേത് സ്പീഷീസ് നെയിമുമാണ്. ഇപ്പൊ നമ്മൾ മാഞ്ചിഫെറ ഇൻഡിക്ക എന്ന് എഴുതുമ്പോൾ മാഞ്ചിഫെറ ജീനസ് നെയിമാണ്, ഇൻഡിക്ക എന്ന് പറയുന്നത് എന്താണ്, സ്പീഷ്യസ് നെയിമാണ്. ആദ്യത്തെ ലെറ്റർ കണ്ടല്ലോ, ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതും. അടുത്ത വാക്കിലെ ആദ്യത്തെ ലെറ്റർ സ്മോൾ ലെറ്റർ, അതായത് ജീനസിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ലെറ്ററും സ്പീഷ്യസിന്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ്, സ്മോൾ ലെറ്ററിലുമാണ്. പിന്നെ എന്ത് ചെയ്യും, അത് നമ്മൾ സ്പെസിഫിക്കലി പ്രത്യേകം എന്ത് ചെയ്യും, അണ്ടർലൈൻ ചെയ്യും. ഇതും പഠിച്ചു വെക്കേണ്ടതാണ്. പിന്നെ കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുള്ളതും നിങ്ങൾ എന്ത് ചെയ്യുക, ഓർഡറിൽ പഠിക്കേണ്ടതാണ്. സയന്റിഫിക്
സയന്റിഫിക് നെയിംസ്, ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള സയന്റിഫിക് നെയിംസ് മാത്രം എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിട്ട് പോകേണ്ടതാണ്. പിന്നെ നിങ്ങൾ പ്രോകാരിയോട്സ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ ആണ് പഠിക്കേണ്ടത്. ഈ ടേബിൾ മസ്റ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടന്റ് ആണ്. ഓരോ കിങ്ഡവും അതിന്റെ പിക്യുലാരിറ്റിസും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആയിട്ട്, ടേബിൾ മാത്സ് ഫോളോയിങ് ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആയിട്ട് ചോദിക്കുന്നതാണ് കേട്ടോ. അപ്പൊ അത് എന്തായാലും നോക്കിയിട്ട് പോകണം, മറന്നു പോകരുത്. പിന്നെ പ്രധാനമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട ഒന്നാണ് ഈ ഒരു ഫിഗർ. ഇതിലെ ഡൊമൈൻ ഏതാണ്, 16th ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്ന ഏതാണ് ഈ ഒരു ഡൊമൈൻസ് നിങ്ങൾ ഓർക്കണം. കാൾ വൂസ് ആണ് ഇത് കൊണ്ടുവന്ന് ഓർക്കുക. പിന്നെ ഈ ഒരു രീതിയിലുള്ള എന്താണ് ഈ ഒരു ഫിഗർ തന്നെ നിങ്ങൾക്ക് തന്നിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ചോദിക്കാം. ക്രിസ്മസ് എക്സാമിനും കൂടെ വന്നതാണ്, അപ്പൊ ഓർത്ത് വെക്കാം. പിന്നെ ഹ്യൂമൻ ബീങ്സിന്റെ ഈ ഒരു സയന്റിഫിക് നെയിമിംഗ് ടാക്സോണമി ഹൈറാർക്കി ഓർത്ത് വെക്കണം. പിന്നെ പ്രധാനപ്പെട്ടത് വൈറസ്, നിങ്ങൾ കണ്ടതായിരിക്കുമല്ലോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നതാണ്. അപ്പൊ വൈറസിന്റെ ഈ ഫിഗർ പഠിച്ചു വെക്കണം. എങ്ങനെയാണ് എന്നുള്ളതും ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ എന്ത് ചെയ്തു, നമ്മൾ പഠിച്ചു കഴിഞ്ഞ്. സോ ഇതുപോലത്തെ എന്ത് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ചോദിച്ചു വരിക, ചോദിച്ച് നിങ്ങൾ കമന്റ് സെക്ഷനിൽ അറിയിച്ചാൽ അതിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ തരുന്നതായിരിക്കും കേട്ടോ. അപ്പം മിസ് പറഞ്ഞതുപോലെ ഫോക്കസ്ഡ് ആയിട്ട് ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് പഠിക്കുക. ഓരോ ടേംസും ഇമ്പോർട്ടന്റ് ആണ്. ഫിഗേഴ്സ് ഒരിക്കലും വിട്ടുപോകരുത് ഈ ചാപ്റ്ററിൽ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.